ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് പല കാലഘട്ടങ്ങളിലും പല പല വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവും ഇപ്പം ഈ ഇടയ്ക്ക് നടന്ന ക്ഷേത്രങ്ങൾ ഷട്ടിട്ട് കയറണമോ എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ രണ്ട് കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഉണ്ടായ വിവാദങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാവും. ശബരിമലയിൽ സ്ത്രീകളുടെ ആർത്തവാശുദ്ധിയാണ് സ്ത്രീ പ്രവേശനത്തിൻ്റെ വിലക്കിന് കാരണമെന്നായിരുന്നു സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർ പറഞ്ഞു നടന്നിരുന്നത്. ബ്രഹ്മചര്യം നിഷ്ഠയാക്കിയ ഒരു വിഗ്രഹാരാധനയ്ക്കുള്ള ചിട്ടപ്പെടുത്തലുകൾ മാത്രമായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ വിലക്കിന് ആധാരം. അതുപോലെ ബ്രാഹ്മണർ പൂണൂല് കാണിച്ച് ആളെ തിരിച്ചറിയിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപാധിയാണ് എന്നാണ് ഈ ഷർട്ടൂരലിനെ പറ്റി സ്വാമിമാർ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അമ്പലത്തിൽ ഷർട്ട് ഊരണോ എന്ന ചോദ്യം തന്നെ നമ്മുടെ ചരിത്രം കുറച്ചുപോലും അറിയാത്തവർ ചോദിക്കുന്നതോ അല്ലെങ്കിൽ ബോധ്യമുണ്ടായിട്ടും ആ ബോധ്യം മറച്ചു വെച്ചുകൊണ്ട് ചോദിക്കുന്നതോ ആവാനാണ് സാധ്യത. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നാം ഷർട്ടിടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 100 വർഷം മുമ്പുള്ള ചിത്രങ്ങൾ വെറുതെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ഷർട്ട് എന്ന് പറയുന്ന ഒരു വസ്ത്രം കാണാനേ കഴിയില്ല. കൂടിപ്പോയാൽ ഒരു മേൽമുണ്ടോ തോർത്തോ കാണും. വീണ്ടും ഒരു 100 വർഷം പിറകോട്ട് പോയാൽ ആൺപെൺ വ്യത്യാസമില്ലാതെ മേൽവസ്ത്രം ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ ഈശ്വരനെ ആരാധിച്ച് തുടങ്ങിയിട്ട് തന്നെ ഏതാണ്ട് മനുഷ്യൻ്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. അത് ഇന്ന് കാണുന്ന രീതിയിലല്ലായിരുന്നു എന്ന് മാത്രം. മൃഗങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ജലത്തെയും വൃക്ഷങ്ങളെയും എല്ലാം മനുഷ്യൻ പണ്ടുകാലം മുതലേ ആരാധിച്ചു പോകും. ഇന്ന് കാണുന്ന തരത്തിലുള്ള വിഗ്രഹാരാധനകൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 30,000 വർഷത്തോളവും ക്ഷേത്രാരാധന തുടങ്ങിയിട്ട് ഏതാണ്ട് 5,000, 1,000, 6,000 വർഷത്തോളവും ആയിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിൽ ഒന്നും തന്നെ മനുഷ്യൻ തുണി എന്ന ഒരു സാധനം ഉപയോഗിച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്ക് മനസ്സിലാക്കാം. അന്നു മുതൽ ഇന്നുവരെയുള്ള എല്ലാ ചരിത്രങ്ങളും വരും തലമുറയ്ക്ക് അറിയാൻ വേണ്ടി ഇവർ വാമൊഴിയായി പ്രചരിപ്പിക്കുകയും കല്ലുകളിലും ഗുഹകളിലും മറ്റും കൊത്തിവെക്കുകയുമൊക്കെ ചെയ്തിരുന്നു. കാലഘട്ടം മാറിയതിനനുസരിച്ച് അത് താളിയോലകളിലും പിന്നീട് പേപ്പറുകളിലുമായി കുറിക്കപ്പെട്ടു. ഇവയെല്ലാം വ്യക്തമായി പഠിച്ച ശേഷമാണ് താന്ത്രിക വിദ്യയും ക്ഷേത്രാരാധനാ ക്രമങ്ങളും എല്ലാം നമ്മുടെ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയത്. അതും 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. ഇവ ചിട്ടപ്പെടുത്തുമ്പോഴും ഉണ്ടാകാതിരുന്നൊരു സാധനമാണ് ഈ ഷർട്ട് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെ ഷർട്ടുമായി ബന്ധപ്പെട്ട ഒരു ആചാരക്രമം ഉണ്ടായി എന്നത് അതിശയകരമാണ്. ശാസ്ത്രീയമായ ഒരു രേഖകളിലും ഷർട്ട് ഇട്ട് അമ്പലത്തിൽ കയറണമെന്നോ ഷർട്ട് ഇടാതെ ക്ഷേത്രങ്ങൾ പോകണമെന്നോ ഒരു പ്രതിപാദ്യവും ഇല്ല എന്നതാണ് വാസ്തവം. എന്തിന് ഷർട്ട് ഊരണം എന്ന ചോദ്യത്തിന് ഇവർക്കുള്ള മറുപടി വിഗ്രഹത്തിൽ നിന്നും വരുന്ന ഈശ്വരൻ്റെ ചൈതന്യം അല്ലെങ്കിൽ ഊർജം നമ്മുടെ നെഞ്ചിൽ നേരിട്ട് പതിക്കുന്നതിന് വേണ്ടിയാണ് എന്നതാണ്. ഈ ഒരു ന്യായീകരണം തന്നെ തെറ്റാണ്. ഈശ്വരൻ്റെ ചൈതന്യത്തിന് ഒരു കഷ്ണം തുണിയെ മറികടക്കുവാനുള്ള ശേഷിയില്ല എന്നാണോ ഇക്കൂട്ടർ പറഞ്ഞു വയ്ക്കുന്നത്? ഇവിടെ വരുന്ന രണ്ടാമത്തെ ചോദ്യം ഈ ചൈതന്യം സ്ത്രീകൾക്ക് വേണ്ടേ എന്നതാണ്. അവർ മേൽവസ്ത്രം അഴിച്ചു വെച്ചിട്ടല്ലല്ലോ ക്ഷേത്രത്തിൽ വരുന്നത്. അതോ ഭഗവാൻ പുരുഷനെ മാത്രമേ അനുഗ്രഹിക്കുകയുള്ളൂ? ചില ചോദ്യങ്ങൾ അത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടവയാണ്. അന്നില്ലാതിരുന്നൊരു കാര്യത്തിൽ പിന്നീട് വന്നപ്പോൾ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ തയ്യാറാകാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമാണിത്. സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചാൽ പോലീസ് കേസാവും എന്ന പേടി കൊണ്ടാണോ എന്തോ അവരുടെ കാര്യത്തിൽ മാത്രം ഇത് നേരെ തിരിച്ചായത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഷർട്ട് ധരിച്ചുള്ള പ്രവേശനത്തിന് യാതൊരു മാനദണ്ഡവും താന്ത്രിക ശാസ്ത്രങ്ങൾ പറയുന്നില്ല. മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന ഒരു ആചാരം, അത്രയേ ഉള്ളൂ ഇത്. ഷർട്ട് ധരിച്ച് ക്ഷേത്രങ്ങൾ കയറാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ഷർട്ട് ധരിക്കാതെ ക്ഷേത്രത്തിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ദർശനം നടത്താനുള്ള വഴി ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ടവരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളൊക്കെ ചേർന്ന് അതിനായിട്ടൊരു വഴി കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഷർട്ട് ഇടാതെ തമ്മിൽ ഉരുമി നിന്ന് പകർച്ചവ്യാധികളൊക്കെ വരാനുള്ളൊരു സാധ്യതയും ഇതുമൂലം കാണുന്നുണ്ട്. അതുകൊണ്ട് ഷർട്ട് ധരിച്ച് കയറുന്നത് തന്നെയാണ് ഉത്തമമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്നത്തെ ഒരു തലമുറയെ ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കാത്തതിനൊരു പ്രധാന കാരണവുമാണ് ഈ ഷർട്ട് ഊരുക എന്നുള്ളത്. മറ്റു സ്ത്രീകൾക്ക് മുമ്പിലോ പെൺകുട്ടികൾക്ക് മുമ്പിലോ ഒക്കെ വന്ന് നിൽക്കാൻ ഇന്നത്തെ യുവജനതയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടായി കാണുന്നു. ഈ ഒരു രീതി മാറ്റുന്നതിലൂടെ കൂടുതൽ ഹിന്ദു യുവജനങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനും നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതിനും വരും തലമുറയ്ക്ക് കൈമാറുന്നതിനുമെല്ലാം ഇത് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ആചാരങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറുന്നതിനും ഇതൊരു മുതൽക്കൂട്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.